ചലച്ചിത്ര പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണല്ലോ WCC. ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും ഒരാൾ പരാതി കൊടുക്കുന്ന വിധത്തിൽ അവരെ എൻകറേജ് ചെയ്യാൻ WCCക്ക് കഴിയില്ലേ? ആ സംഘടനയുടെ മെമ്പറായിരിക്കുന്ന ആളുകൾ തന്നെ ദുരനുഭവങ്ങൾ നേരിട്ടവരുണ്ട്. അവർ ഈ കമ്മീഷന് മൊഴി കൊടുത്ത ആളുകളുണ്ട്. അവരാരെങ്കിലും ഒരു പരാതിയുമായി മുന്നോട്ട് വന്നാൽ ഈ വിഷയത്തിൽ നമുക്ക് ഡിറ്ററന്റ് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ഒരു കേസ് ഉണ്ടായേക്കാം. അതിനുള്ള സാധ്യതയുണ്ടോ? എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല. രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അഭിലാഷ്. ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. ഇപ്പൊ സോണിയ പറയുന്നത് ഞാൻ കേൾക്കായിരുന്നു. അതായത് ആരെങ്കിലും തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ അവരെ സൈലൻസ് ചെയ്യാനായിട്ട് ഒരു ലോബി തന്നെ ഇവിടെ ഉണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പേരെടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാവുന്ന കുറെ പേരുകൾ ഇതിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഭയം ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഉണ്ട്. സോണിയ പറഞ്ഞ പോലെ ഇതൊരു സാധാരണ ഇൻഡസ്ട്രി അല്ല. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ജേർണലിസത്തിലും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട്. സംസാരിക്കാൻ പറ്റാത്ത എത്രയോ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഭീകരമായ ഒരു അവസ്ഥയാണ് സിനിമ ഇൻഡസ്ട്രിയിലുള്ളത്. അപ്പൊ അങ്ങനൊരു അവസ്ഥയിൽ ഓൾറെഡി WCCയിലെ ആൾക്കാരുടെ എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും എത്രയോ പേര് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. അവർ കിട്ടേണ്ട അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളിൽ. എന്നിട്ട് പോലും അവർ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഓണസ് അവരുടെ മേലെ വെക്കുകയാണ്. അതായത് നിങ്ങളൊരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യൂ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ. നമ്മൾ വാട്ട് ഇസ് എ ബേസിസ്, എന്ത് ബേസ് നമ്മൾ ഇത് പറയുന്നത്? ഫോർ എക്സാമ്പിൾ എത്രയോ Me Too കേസുകൾ കവർ ചെയ്തൊരു ജേർണലിസ്റ്റ് നിലയ്ക്ക് ഞാൻ പറയാണ്, കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ തമിഴ്നാട്ടിൽ ചിന്മയ് എന്നൊരു സിംഗർ, അവര് വൈരമുത്തു എന്നൊരു ഒരു ലെജൻഡറി ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പറയുന്നു. ഇത്ര വർഷങ്ങളായി ചിന്മയെ നേരിടേണ്ടി വരുന്ന ഓൺലൈൻ അറ്റാക്കുകൾ, സൈബർ അറ്റാക്ക്, അതൊക്കെ ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ WCC മെമ്പേഴ്സിനോടൊക്കെ പറയാണ്, നിങ്ങൾ എല്ലാവരും പോയി കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന്. അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടത് അവർ മാത്രമാണ്. അതിന്റെ ലീഗൽ റെപ്രിക്കഷൻസ്, അത് മാത്രമല്ല ദിവസം പോലീസ് സ്റ്റേഷനിൽ പോവുക, അല്ലെങ്കിൽ കേസ് കോടതിക്ക് പോവുക, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ അവരെ ബാൻ ചെയ്യേണ്ട ഒരു അവസ്ഥ, ഇതെല്ലാം നേരിടുന്ന അവരാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവരാരും തന്നെ ഒരു പോലീസ് കേസിന് ഇപ്പൊ തയ്യാറാകുമെന്ന്. ഞാൻ സംസാരിച്ച എല്ലാവരും പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും തയ്യാറായാൽ തന്നെ WCC അവരെ കൃത്യമായി സപ്പോർട്ട് ചെയ്യും. ആ ഒരു സ്റ്റാൻഡ് WCC എടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ പോലീസ് കംപ്ലൈന്റ് ആയി മുന്നോട്ട് വരികയാണെങ്കിൽ അത് തീർച്ചയായും അവർ സപ്പോർട്ട് ചെയ്യുമെന്ന്.